ഒല്ലൂരിൽ കാപ്പ കേസ് പ്രതിയെ പിടികൂടുന്നതിനിടെ SHOയ്ക്കും CPOയ്ക്കും കുത്തേറ്റു. SHO ഫർഷാദിനും CPO വിപിൻ ദാസിനുമാണ് കുത്തേറ്റത്. പോലീസിനെ ആക്രമിച്ച പ്രതി അഞ്ചേരി സ്വദേശി അനന്തുവിനെ അറസ്റ്റ് ചെയ്തു. ആശുപത്രിയിൽ എത്തിച്ച പ്രതി അവിടെ വെച്ചും അക്രമാസക്തനായി. പോലീസിന് നേരെ അസഭ്യവർഷം. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് കുടിക്കണം. അവര് പരിപാടിക്ക് മുകളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണില്ല. കുത്തിട്ടോ ഒക്കെ കുത്തിട്ടോ പോര് പ്രതി മാരക ലഹരിക്ക് അടിമയെന്നും അനന്തുമാരിക്കെതിരെ വധശ്രമമടക്കം 13 കേസുകളുണ്ടെന്നും DIG പറഞ്ഞു. സ്ത്രീകളെ പിടികൂടാനായിട്ട് അവരെ ചേസ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നതാണ്. അപ്പോൾ അവരിൽ ഒരാളെ പിടികൂടി. പക്ഷേ ആ പിടികൂടിയതിനിടയിൽ അയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആയുധം എടുത്തിട്ട് SHOൻ്റെ നേരെ കുത്താൻ ശ്രമിച്ചു, കുത്തുകയും ചെയ്തു. മൂന്ന് ഇഞ്ചുറീസ് ഉണ്ട് അദ്ദേഹത്തിന്. 3 സ്റ്റാബ് ഇഞ്ചുറി ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അദ്ദേഹം സ്റ്റേബിളാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഒരു മൈനർ സർജറിക്കൽ പ്രൊസീജിയർ കഴിഞ്ഞു. ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് കസ്റ്റഡിയിലുണ്ട്, പ്രതികൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. മുമ്പ് കേസുണ്ട്, 12ഓളം കേസ് എന്തുകൊണ്ട്, പ്രിവെൻറ്റീവ് അറസ്റ്റ് അടക്കം നിരവധി വധശ്രമ കേസുകളൊക്കെ ഉള്ള വ്യക്തിയാണ്. അശ്വിൻ പാലാഴിയുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി. അശ്വിൻ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ഒരു തരിമ്പും വെളിവില്ല എന്ന്. ഒപ്പം പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടും ആ ലഹരിയുടെ കെട്ടിറങ്ങിയിട്ടില്ല. എന്തൊക്കെയാണ് ഇയാൾ അവിടെ കാണിച്ചു കൂട്ടിയത്? പരിക്കേറ്റ പോലീസുകാരുടെ ആരോഗ്യനില എങ്ങനെ? ഗൂഗിൾ അനന്തുമാരി എന്ന ഈ കേസിലെ പ്രതി 24 വയസ്സുകാരനാണ്. 24 വയസ്സുള്ളൂ എങ്കിൽ പോലും ചില്ലറക്കാരനല്ല അനന്തു എന്നുള്ളതാണ് പോലീസിന്റെ കയ്യിൽ നിന്നുള്ള വിവരങ്ങളും അനന്തുവിന്റെ പിൻകാല ചരിത്രവും ഒക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. വധശ്രമമടക്കം 13 കേസുകളിലെ പ്രതിയാണ് ഈ ചെറുപ്പക്കാരൻ. ഒപ്പം ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി SHOയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കൂടി പ്രതിയായിരിക്കുന്നു അനന്തു എന്നുള്ളതാണ് ഏറ്റവും അവസാനമായി അനന്തുവിനെതിരെ ചേർക്കപ്പെട്ടിരിക്കുന്ന കേസ്. ഒരു യുവാവിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് അനന്തുവിനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടിയാണ് പോലീസ് സംഘം ഇന്ന് അനന്തു സുഹൃത്തുക്കൾക്കൊപ്പം സ്ഥിരം ഇരിക്കാറുള്ള ഒരു കേന്ദ്രത്തിലേക്ക് പോകുന്നത്. അവിടെ എത്തിയപ്പോൾ ലഹരി ഉപയോഗത്തിലായിരുന്നു അനന്തു അടക്കമുള്ള അനന്തുവിന്റെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നത്. ഇതിനിടെ അവിടെ നിന്ന് കസ്റ്റഡിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൈവശമുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഒല്ലൂർ SHOയുടെ നെഞ്ചിന് മുകളിലായി അനന്തു 3 തവണ കുത്തുന്നത്. ഈ സമയം തടയാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ കുത്ത് ആഴത്തിലേറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. നെഞ്ചത്താണ് കുത്തിയത്. അത് വലിയ തോതിൽ ആഴത്തിലേക്ക് പതിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ നയിക്കാനാകുമായിരുന്ന, ആഴത്തിലുണ്ടാകുമായിരുന്ന കുത്താകും എന്നുള്ളതാണ് പോലീസ് അടക്കം പറയുന്നത്. എന്തായാലും വലിയ പരിക്കുകളില്ലാതെ SHO രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ആശ്വാസകരം. ഇപ്പോഴും ഒല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹം ഉള്ളത്. ഒരു ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഒപ്പം ഈ SHOയ്ക്കൊപ്പം ഒരു CPOയ്ക്കും ഈ പരിക്കേറ്റിട്ടുണ്ട്. അനന്തുവിനെ ഇതിനുശേഷം വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പോലീസിന് നേരെ വീണ്ടും അനന്തുവിന്റെ പരാക്രമം ഉണ്ടാകുന്നത്. അസഭ്യവർഷം പറയുന്നു, ഒപ്പം പോലീസിനെ പിടിച്ചു തള്ളുന്നു. അതടക്കം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്തായാലും ഇപ്പോൾ അനന്തു അടക്കം 3 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ വിശദമായ ചോദ്യം ചെയ്യലും അനന്തുവിന്റെ മറ്റു പരിശോധനകളും അടക്കം നടക്കും. ഗൂഗിൾ അശ്വിൻ പാലാഴിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കയ്യിൽ വിലങ്ങ് വീണിട്ടും വിടാത്ത ലഹരിയാണ്. അതിൻ്റെ പുറത്താണ് ഈ അഭ്യാസങ്ങളൊക്കെയും കാണിക്കുന്നത് അനന്തുമാരി എന്ന ചെറുപ്പക്കാരൻ, 23 വയസ്സുകാരൻ.